എല്ലാവർക്കും നമസ്കാരം. സ്റ്റെപ്സ് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നേ LSS USSുമായി ബന്ധപ്പെട്ട അഡീഷണൽ നോട്ടുകൾക്കും ഡെയിലി എക്സാംസിനും വേണ്ടി നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ചാനൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്റർ 6ാം ക്ലാസ്സിന്റെ പുതിയ പുസ്തകത്തിലെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ഇത് പഠിക്കാവുന്നതാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങളാണ് ദ്വീപുകൾ. ഐലൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 4 വശവും, ഇപ്പോൾ നടുക്കൊരു കരഭൂമി, അതിന് 4 വശവും വെള്ളമായിരിക്കും. അപ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങളാണ് ദ്വീപുകൾ. നമ്മുടെ 7 വൻകരകളിൽ ഒരു വൻകരയെ ദ്വീപുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇവിടെ 7 വൻകരകൾ നൽകിയിട്ടുണ്ട്, 7 കോണ്ടിനെന്റ്സ്. ഇതിൽ ഒരെണ്ണം ദ്വീപുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തപ്പെടുന്നത്. അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഓരോ വൻകരകളുടെയും പ്രത്യേകത മൾട്ടിപ്പിൾ ചോയ്സ് ആക്കി വേണമെങ്കിൽ ചോദിക്കാം. ഒരു ചോദ്യം ഉണ്ടാവും, എല്ലാത്തിനെ കുറിച്ചും അല്ല, ഏതെങ്കിലും പർട്ടിക്കുലർ ഒരെണ്ണം ചോദിക്കാം. അപ്പോൾ ഈ ടോപ്പിക്ക് പ്രധാനപ്പെട്ടതാണ്, ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ഇതേപോലെ മറ്റൊരു ചോദ്യം നൽകുന്നു, മോഡൽ ക്വസ്റ്റ്യൻ ആണ്. തെക്കേ അമേരിക്കയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. നമുക്ക് തെക്കേ അമേരിക്കയെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം നൽകുന്നു. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നു തെക്കേ അമേരിക്കയിലാണ്. ശരിയാണോ തെറ്റാണോ? ലോകത്തിലെ ഏറ്റവും വലിയ നദി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമി സ്ഥിതി ചെയ്യുന്നു. ഭൂമധ്യരേഖ പ്രദേശമാണ്. ഇത്തരം 4 പോയിന്റുകളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏത്, ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ആക്ച്വലി പരീക്ഷയ്ക്ക്, ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് MCQ തരത്തിലാണ്. അപ്പോൾ ഓപ്ഷൻ നൽകാം. ഓപ്ഷൻ നൽകിയിട്ട് ABC ആർ കറക്റ്റ്, അല്ലെങ്കിൽ BC ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്, അല്ലെങ്കിൽ ഓൾ ആർ റോങ്, അല്ലെങ്കിൽ മൂന്നാമത്തത് തെറ്റ്, അങ്ങനെ ഈ രീതിയിലുള്ള ഓപ്ഷനിങ് സംവിധാനവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, തെക്കേ അമേരിക്കയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. പക്ഷേ അതിൽ കുട്ടിയുടെ 4 അറിവുകളെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസ് ആണെന്ന് തിരിച്ചറിയുകയും അത് തെക്കേ അമേരിക്കയിലാണെന്ന് മനസ്സിലാക്കുകയും വേണം. അപ്പം ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ആൻഡീസ് പർവ്വതനിരയാണ്, ആൻഡീസ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി നൈല് ആരെങ്കിലും ആലോചിച്ചാൽ അത് ഈജിപ്തിലാണ്, ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. അത് ഏറ്റവും നീളം കൂടിയ നദിയാണ്, ഏറ്റവും നീളം കൂടിയ നദി. ലോങ്സ്റ്റ് റിവർ ആണ്, ലാർജസ്റ്റ് റിവർ ആമസോൺ ആണ്. ഏറ്റവും വലിയ നദി ആമസോൺ ആണ്. ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്ന നദി ആമസോൺ ആണ്. ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദി ആമസോൺ ആണ്. അത് തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യം ബ്രസീലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമി അത് അറ്റക്കാമയാണ്. അതും തെക്കേ അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി തെക്കേ അമേരിക്ക ഒരു ഭൂമധ്യരേഖ പ്രദേശമാണോ എന്നുള്ളത് കൂടി ആലോചിക്കുക. ഭൂമധ്യരേഖാ പ്രദേശം ആണ് തെക്കേ അമേരിക്ക, ഭൂമധ്യരേഖാ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ചൂടും നല്ല രീതിയിലുള്ള മഴയും ലഭിക്കുന്ന, അതായത് മഴക്കാടുകൾക്ക് വളരാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം ആണ്. ഇപ്പൊ മഴക്കാടുമായിട്ട് ബന്ധപ്പെടുത്തി ആമസോൺ മഴക്കാടുകളും ഇവിടെ ഓർത്തിരിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ടോപ്പിക്കുകളെ അനുബന്ധ വിവരങ്ങളിലൂടെ കോർത്തിണക്കി ഒരു മാല പോലെ കഴുത്തിലണിയാൻ, അതായത് മനസ്സിലണിയാൻ സാധിച്ചാൽ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. കാരണം സ്റ്റെപ്സിന്റെ എക്സാം മിക്കവാറും ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും വരുന്നത്. 1 വേർഡിനേക്കാൾ ഉപരി കുട്ടികളുടെ കോംപ്രിഹെൻഷനും അതിനോടൊപ്പം അനാലിസിസ്, അപഗ്രഥനവും, അതിനോടൊപ്പം അറിവ്, നോളജ് തുടങ്ങിയ കാര്യങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത്. 2-3 ചോദ്യങ്ങളും കൂടെ പ്രീവിയസ് ഇവിടെ നൽകുന്നു. വേണ്ടുന്നതോ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടതോ ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നാളെ മറ്റൊരു ചോദ്യവുമായി വീണ്ടും കാണാം. അതിനോടൊപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, LSS USS നോട്ടുകൾക്കും ഡെയിലി എക്സാംസിനും വേണ്ടി നിങ്ങൾക്ക് താഴെയുള്ള ലിങ്ക്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, പേജിൽ QR ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.